ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. വീടിന് സമീപത്തെ അരുവിയിൽ കുളിക്കാൻ പോകുന്നതിനിടെയാണ് സോഫിയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. വിവരങ്ങളുമായി അഞ്ജന അനിൽകുമാർ ആശുപത്രിയുടെ പരിസരത്തുണ്ട്. ആശുപത്രിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. അഞ്ജന, വെരി ഗുഡ് മോർണിംഗ് അഞ്ജന. ഇന്നലെ ഏറെ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ 1:30 മാത്രമാണ് പ്രതിഷേധം അവസാനിച്ചതും കളക്ടർ വിഘ്നേശ്വരി അവർക്ക് കൊടുത്ത ഉറപ്പിന്മേൽ ധനസഹായം ഉടൻ കൈമാറാം എന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിച്ചതും. മണിക്കൂറുകളോളം സോഫിയുടെ മൃതദേഹം അവിടെ തന്നെ കിടക്കുകയായിരുന്നു. പ്രതിഷേധക്കാർ മൃതദേഹം എടുക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ പ്രതിഷേധമെല്ലാം ഒടുങ്ങിയോ? എപ്പോഴേക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക? ഈ ധനസഹായം എപ്പോൾ കൈമാറും? മന്ത്രി സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്? ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അഞ്ജന, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ദാരുണമായ ഈ സംഭവം ഇടുക്കി പെരുവന്താനത്തുണ്ടാകുന്നത്. അതിനുശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ ഒരു രോക്ഷമുണ്ട്. കാരണം പലവട്ടം ഇവർ വനംവകുപ്പ് അധികൃതരോടെല്ലാം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അറിയിച്ചതാണ്. എന്നിട്ടും ഇവരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാവാത്തതിനാൽ തന്നെ പ്രധാനമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു ഇവരുടെ പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടന്നത്. 6 മണിയോടുകൂടി ഉണ്ടായ സംഭവമാണ്. 6 മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം കളക്ടർ സ്ഥലത്ത് എത്തണമെന്നത് നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. എങ്കിൽ മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന് നാട്ടുകാരും ഉറച്ചു പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ കളക്ടർ വി വിഘ്നേശ്വരി സംഭവസ്ഥലത്ത് എത്തുകയും കുടുംബത്തിന് അടിയന്തര ധനസഹായമായ 10 ലക്ഷം രൂപ ഉടൻ കൈമാറുമെന്ന ഉറപ്പും നൽകി. കൂടാതെ മക്കൾക്ക് ജോലി തുടങ്ങിയ കാര്യങ്ങളിലും വേണ്ട ഇടപെടൽ നടത്തുമെന്നും ഉള്ള ഉറപ്പ് നൽകിയതിനാലാണ് അവിടെ പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ട് വളരെയധികം വൈകി 2:30 ഇവിടെ ഈ മുണ്ടക്കയത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് സോഫിയ ഇസ്മയിലിന്റെ മൃതദേഹം എത്തിച്ചത്. എന്തായാലും 8 മണിയോടുകൂടി തന്നെ ഈ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഈ TR&T എസ്റ്റേറ്റ്സ് എന്ന ഒരു എസ്റ്റേറ്റിന്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇങ്ങനെ കാട്ടാന ഭീഷണിയുള്ള ഒരു പ്രദേശമാണെന്ന് ഇവിടുത്തെ നാട്ടുകാരടക്കം പറയാറുമുണ്ട്. പലപ്പോഴും വെളുപ്പാങ്കാലത്തും രാത്രിയിലും എല്ലാം കൂട്ടത്തോടെ ആന പോകുന്നതും ഇവർ കാണാറുണ്ട്. അതിനാൽ തന്നെയാണ് ഇവർ വനംവകുപ്പ് അധികൃതരെ എല്ലാം തന്നെ അറിയിച്ചത്. പലരും ഇവിടെ നിന്നും ടൗണിലേക്കെല്ലാം തന്നെ ഈ ഒരു ഭീഷണി ഉള്ളത് കൊണ്ട് മാറി താമസിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ കഴിയാതിരുന്ന ഒരു 3 കുടുംബങ്ങളുണ്ട്. ആ ഒരു ഭാഗത്താണ് ഇന്നലെ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. തുടർച്ചയായി ഇങ്ങനെ ഭീഷണിയുള്ള ഒരു പ്രദേശമാണോ ഇവിടെ? തുടർച്ചയായി ആന ഇറങ്ങാറുണ്ട്. കുറേ നാളുകളായിട്ട് ശബരിമല വനവുമായിട്ട് ബൗണ്ടറി കിടക്കുന്നുണ്ട്. ഇതിനകത്ത് ആനശല്യം 10, 21, 22 ആനകൾ എത്താറുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപകടങ്ങൾ ഉണ്ടായിട്ടില്ല ഇതുവരെ. ആരും ദ്രോഹിച്ചിട്ടില്ല ഇതുവരെ. ഇതെങ്ങനെയോ യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഭവമാണ്. ചേട്ടൻ ഈ എസ്റ്റേറ്റിലെ ജീവനക്കാരനാണോ? TR&T എസ്റ്റേറ്റിലെ ജീവനക്കാരനാണ്. എസ്റ്റേറ്റിന്റെ പരിധി വരുന്ന സ്ഥലത്താണ് ആക്രമണം അല്ലേ? എസ്റ്റേറ്റിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് കാർഷിക മേഖല, എസ്റ്റേറ്റിൻ്റെ ബൗണ്ടറി ചുറ്റും കാർഷിക മേഖല കിടപ്പുണ്ട്. കാർഷിക മേഖലയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ഇതാണ്. എസ്റ്റേറ്റിൻ്റെ ബൗണ്ടറി വരെ ഇത് ആനശല്യം ഉള്ളതാണ്. ഈ ആക്രമണം ഉണ്ടായ സംഭവ സ്ഥലത്ത് പ്രധാനമായിട്ടും 3 കുടുംബങ്ങളാണുള്ളത്. ആ ഒരു ഭാഗത്ത് ഇതിനു മുൻപും ഭീഷണി ഉണ്ടെന്ന് അവരൊക്കെ അറിയിച്ചതാണ് വനവകുപ്പിനെ. എന്നിട്ട് ഒരു ഇടപെടൽ ഉണ്ടാവാത്തതാണല്ലേ? അതെ, അവിടെ നേരത്തെ മുതൽ നമുക്ക് ഈ ബൗണ്ടറി എസ്റ്റേറ്റ് ശബരിമല ഭാഗങ്ങളെല്ലാം ആയിട്ട് ബൗണ്ടറി ശബരിമല സീസണായി കഴിയുമ്പം കൂടുതൽ ആനകൾ എത്താറുണ്ട്. അങ്ങനെ ഉണ്ടായ യാദൃശ്ചികമായിട്ടൊരു സംഭവമാണ്. ഇതിനു മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തോടുകൂടി ആനകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അപകടം ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. അതിനാൽ തന്നെ നാട്ടുകാരുടെ ഒരു രോക്ഷമുണ്ട്. കാരണം ഇവർ സൂചിപ്പിച്ച വിഷയമാണ്. എന്നിട്ടും ഒരു ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ 6 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധം നടന്നതും ഒടുവിൽ കളക്ടർ എത്തി ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തത്.